നമസ്കാരം. വെൽക്കം ട്രിവാൻഡ്രം. തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം പപ്പനാഭന്റെ മണ്ണ് അല്ലേ? കോവളം മുതൽ വർക്കല വരെ ഒരു മഹാസാഗരം പോലെ ഓരോ കോണും ഓരോ ചരിത്ര കഥ പറയുന്ന നമ്മുടെ തിരുവനന്തപുരം. ആഘോഷങ്ങളുടെ നഗരമാണ് എന്നും തിരുവനന്തപുരം. പൊങ്കാലയും പെരുന്നാളും ഉറൂസും മഹനീയമാക്കുന്ന മഹാനഗരം. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പിനോടനുബന്ധിച്ച് റിപ്പോർട്ടർ ടിവിയും KLIBF-ഉം ചേർന്ന് ഒരുക്കുന്ന ഈ ലെജിസ്ലേച്ചർ കാർണിവലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ഇന്ന് സാങ്കേതിക വിദ്യ കൊണ്ടും മികവ് കൊണ്ടും വാർത്തകൾ മറ്റു മാധ്യമങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയാത്ത കവറേജ് ആണ് റിപ്പോർട്ടറിന്. അതിനു പിന്നിൽ ചെറുപ്പക്കാരനായ ഒരു ലീഡറുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം റിപ്പോർട്ടർ TV MD ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ആന്റോ അഗസ്റ്റിനെ. Anto Agustin, MD and Managing Editor, has transformed the network from a regional brand to a national news powerhouse with a deep commitment to truth and storytelling. Anto Agustin ensures every news day is accurate, balanced and impactful, earning the trust of audiences worldwide. Driven by the visionary leadership of Anto Agustin, Reporter is emerging as an unstoppable force in the Indian news industry. Anto Agustin, a visionary entrepreneur, shaping the future of news and fighting for justice. എല്ലാവർക്കും നമസ്കാരം. കേരള ചരിത്രത്തിൽ തന്നെ ഒരു വലിയ മുതൽക്കൂട്ടാണ് KLIBF എന്ന് പറയുന്ന ഈ ബുക്ക് ഫെസ്റ്റിവൽ എന്ന് ഈ കാർണിവൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ മറ്റു നിയമസഭകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഭിമാനിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറം ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ നമ്മുടെ സ്പീക്കർ കാണിച്ച അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് കാണിച്ച മനസ്സിന് വലിയ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇതുപോലെ കേരളത്തിലെ മറ്റുള്ള സ്റ്റേറ്റുകളിലെ നിയമസഭകളിൽ ഇതുപോലെ ഒരു സ്പീക്കർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. കാരണം അങ്ങനെ നിയമസഭകളിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു നിയമസഭ തുറന്നു കൊടുക്കുന്ന ശൈലി മറ്റുള്ള സ്റ്റേറ്റിലെ നിയമസഭകൾക്കില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും ഒരു ബുക്ക് ഫെസ്റ്റിവൽ ആകുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അറിവ് പകർന്നു കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സ് നമ്മുടെ ഗവൺമെൻറ് കാണിച്ചു എന്നുള്ളതിലാണ് അതിലേറ്റവും വലിയ കാര്യം. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾക്കിവിടെ ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നുണ്ട്. കാരണം ജനങ്ങളാണ് ഞങ്ങളുടെ ശക്തി എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾ തരുന്ന പ്രോത്സാഹനവും നിങ്ങൾ തരുന്ന സപ്പോർട്ട് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനുള്ളിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിമാനിക്കാനുള്ള ഒരു കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വേദി ഞങ്ങൾക്ക് തന്ന ബഹുമാനപ്പെട്ട സ്പീക്കർ AM ഷംസീർ അവർക്കും മറ്റു ഗവൺമെൻറ്റിലെ എല്ലാവർക്കും ഈ വേദി ഞങ്ങളുടെ പ്രോഗ്രാം കാണാനെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ.